സി പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു സിമ്പിൾ പ്രോഗ്രാമാണ്. അതായത് ഗ്രേറ്റസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ്, അതായത് തന്നിരിക്കുന്ന 2 നമ്പറിൽ നിന്ന് ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്പർ ഏതാണ്, അതായത് ലാർജസ്റ്റ് നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് നമുക്ക് നോക്കുന്നത്. സി പ്രോഗ്രാമിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 വേരിയബിൾസാണ് ഇവിടെ എടുക്കുന്നത്. അതായത് നമുക്ക് കിട്ടേണ്ട വാല്യൂവിനെ, കീബോർഡിൽ നിന്ന് നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂവിനെ എടുക്കാനുള്ള 2 വേരിയബിൾസ് എയും ബിയും. അതിൽ നിന്ന് നമ്മൾ അതിന് സിമ്പിൾ ഇഫാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. അതായത് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, അതായത് എ ആണ് വലുത് എങ്കിൽ, അതായത് എ ഗ്രേറ്റർ ആണ് എങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് എ പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി അഥവാ എ അല്ല ഗ്രേറ്റർ ബി ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ബി പ്രിൻറ്റ് ചെയ്യുന്നു. അത്രയും കാര്യമേ ഇവിടെ ഉള്ളൂ. ഇത് ഒരു സിമ്പിൾ ലോജിക്കാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് മെയിൻ പ്രോഗ്രാം എഴുതി തുടങ്ങാം. മെയിൻ പ്രോഗ്രാം എഴുതുന്നതിനേക്കാൾ മുമ്പായിട്ട് അതിനകത്ത് ലൈബ്രറി ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതേണ്ടതുണ്ട്. അപ്പോൾ മെയിൻ പ്രോഗ്രാം എഴുതുമ്പോൾ ജസ്റ്റ് വോയിഡ് മെയിൻ, നമ്മൾ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഏറ്റവും ആദ്യം പ്രോഗ്രാം എഴുതുന്നതിൽ ഏറ്റവും ആദ്യം വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ 2 നമ്പർ എടുക്കുക, ആ നമ്പറിൽ ഗ്രേറ്റസ്റ്റ് ഏതാണെന്ന് മാത്രം കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേരിയബിൾസ് എന്ന് പറയുന്നത് 2 വേരിയബിൾസിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഇൻറ്റിജർ വാല്യൂ ആയതുകൊണ്ട് ഡേറ്റ ടൈപ്പ് ഇൻറ്റ് എ കോമ ബി. അപ്പോൾ നമ്മൾ 2 ഇൻറ്റിജർ വാല്യൂ എടുക്കാനുള്ള വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. എയും ബിയും സെമിക്കോളൻ ഇടുക. ക്ലിയർ സ്ക്രീൻ, അതായത് സ്ക്രീൻ ക്ലിയർ ചെയ്യാനുള്ള ക്ലിയർ സ്ക്രീൻ ഫംഗ്ഷൻ കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ പ്രോഗ്രാം ആർക്ക് വേണ്ടി എഴുതുന്നത്, നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയാണ് പ്രോഗ്രാം എഴുതുന്നത്. അപ്പോൾ ആ യൂസറിന് ഇത് എന്തിനുള്ളതാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവർക്കൊരു ഡിസ്പ്ലേയിൽ കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലാർജസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ അതിൽ കീബോർഡിൽ നിന്ന് ഡേറ്റ എൻ്റർ ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഡിസ്പ്ലേ സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നു, ഡിസ്പ്ലേയിൽ വരാൻ വേണ്ടിയിട്ട് ആ കീബോർഡിൽ നിന്ന് യൂസർ എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പ്രിൻ്റ് ഓഫ് സ്ലാഷ് എന്ന ന്യൂ ലൈൻ വേണ്ടിയാണ് സ്ലാഷ് യൂസ് ചെയ്യുന്നത്. സ്ലാഷ് ടി മീൻസ് ടാബിന് വേണ്ടി, ഒരു നമ്മുടെ കീബോർഡിലെ ടാബിൻ്റെ അത്രയും സ്പേസ് ആയിരിക്കും അത് മാറുന്നത്. എൻ്റർ 2 നമ്പേഴ്സ് സെമിക്കോളൻ ഇടാം. ഇനി നമുക്കിനി ഇങ്ങനെ ഒരു ഡിസ്പ്ലേയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എങ്കിൽ യൂസർ ഉടനെ തന്നെ എന്ത് ചെയ്യും, 2 നമ്പേഴ്സ് ഇതിലേക്ക് എൻ്റർ ചെയ്യും. അപ്പം നമുക്ക് ഇനി ആ എൻ്റർ ചെയ്ത, അതായത് കീബോർഡിൽ നിന്ന് എൻ്റർ ചെയ്യാത്ത ഡേറ്റയെ നമുക്ക് എടുക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് എന്ന് പറയുന്നത് സ്കാൻഎഫ് ആണ്. സ്കാൻഎഫ് ഇൻറ്റിജർ വാല്യൂ എടുക്കാനുള്ള കൺട്രോൾസിങ് %d, 2 ഇൻറ്റിജർ നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് 2% d വേണം കൊടുക്കാനായിട്ട്. ഡബിൾ കോഡ്സിൽ വേണം കൊടുക്കാൻ. കോമ ആംപർസാൻഡ് എ കോമ ആംപർസാൻഡ് ബി. അതായത് ഫസ്റ്റ് വാല്യൂ എയിലേക്കും സെക്കൻഡ് വാല്യൂ ബിയിലേക്കും ആയിരിക്കും എടുക്കുക. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് തന്നെ നോക്കാം. നമുക്ക് ഇതുപോലെ തന്നെ ഔട്ട്പുട്ട് സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്ത് വരും. നമ്മൾ എന്താണോ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഔട്ട്പുട്ട് സ്ക്രീനിൽ വരും. ഇങ്ങനെ ഔട്ട്പുട്ട് സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ യൂസർ 2 നമ്പേഴ്സ് കീബോർഡിൽ നിന്ന് എൻ്റർ ചെയ്യും. അതിന് വേണ്ടിയിട്ട് ആ എൻ്റർ ചെയ്യുന്ന നമ്പർ എടുക്കാൻ വേണ്ടി വേരിയബിൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, എയും ബിയും. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനൊരു 2 നമ്പേഴ്സ് 2ഉം 3ഉം ആണ് എൻ്റർ ചെയ്യുന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് നമ്പർ എയിലേക്കും സെക്കൻഡ് നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ ബിയിലേക്കും ആയിരിക്കും സേവ് ആവുന്നത്. നമ്മൾ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള 2 കൺട്രോൾ സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഉള്ള കൺട്രോൾ സ്ട്രിങ് എക്ക് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ടാണ് ഫസ്റ്റ് എയിലേക്കും സെക്കൻഡ് ബിയിലേക്കും പോകുന്നത്. 2 നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ചെക്ക് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഈ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇഫാണ്, സിമ്പിൾ എഫാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എ ഗ്രേറ്റർ ദാൻ ബി. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ആണ് എങ്കിൽ, തന്നിരിക്കുന്ന നമ്പർ, നമ്മൾ യൂസർ കൊടുത്തിരിക്കുന്ന നമ്പർ എ ഗ്രേറ്റർ ദാൻ ബി ആണ് എങ്കിൽ ആ കർലി ബ്രാക്കറ്റിനുള്ളിൽ, അതായത് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനുള്ളിൽ കയറണം. അപ്പോൾ നമുക്ക് ഈ
ഈ എ ഗ്രേറ്റർ ദാൻ ബി ആണ് എങ്കിൽ, അതായത് എ ആണ് വലുതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ കേളി ബ്രാക്കറ്റിനുള്ളിൽ കയറി പ്രിൻറ്റ് ചെയ്യണം. പ്രിൻ്റ് ഓഫ് ലാർജസ്റ്റ് നമ്പർ ഈസ് എ. അപ്പോൾ ഈസ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് എ എന്നല്ല നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ കൺട്രോൾ സ്ട്രിങ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ കൺട്രോൾ സ്ട്രിങ് എവിടെ പൊസിഷൻ എവിടെയാണോ അവിടെ നമുക്ക് എയിലുള്ള വാല്യൂ പ്രിൻറ്റ് ചെയ്യണം. നമ്മൾ കോമ എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എയിലുള്ള വാല്യൂ ആയിരിക്കും അവിടെ പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയത് എ വലുതായിട്ടുള്ളൊരു കണ്ടീഷനാണ്. എ വലുതല്ല എങ്കിൽ പിന്നെ എന്തായിരിക്കും വലുത്? ബി ആയിരിക്കും ലാർജസ്റ്റ് നമ്പർ. അപ്പം നമുക്ക് അതിൻ്റെ എൽസിൽ എഴുതേണ്ടത് ഇതുപോലെ തന്നെ ബി പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുക. പഴയ പോലെ തന്നെ ലാർജസ്റ്റ് നമ്പർ ഈസ് ബി. അപ്പോൾ ബിയിലുള്ള വാല്യൂ ആയിരിക്കും കൺട്രോൾ സ്ട്രിങ്ങുള്ള പൊസിഷനിൽ വരും. ഓക്കെ, അങ്ങനെ അതിൻ്റെ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കേളി ബ്രാക്കറ്റ് ഇടണമെന്നില്ല കേട്ടോ. നെക്സ്റ്റ് ലാസ്റ്റ് ഗെറ്റ് സി എച്ച് മെയിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. നമ്മൾ എയിലും ബിയിലും എടുത്തിട്ടുള്ള വാല്യൂ വെച്ചിട്ട് നമുക്ക് നോക്കാം ഈ പ്രോഗ്രാം എങ്ങനെ വർക്ക് ചെയ്യുമെന്ന്. ഇപ്പോൾ എയിൽ നമ്മൾ 2ഉം ബിയിൽ 3യുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് കേളി ബ്രാക്കറ്റിനുള്ളിൽ കയറുക. അപ്പോൾ അതായത് ഇഫിൻ്റെ ഒരു സെക്ഷനിലേക്ക് കയറുക. അപ്പോൾ ഇഫിൻ്റെ ട്രൂ കണ്ടീഷൻ അത് ട്രൂ അല്ല, എ ഗ്രേറ്റർ ദാൻ ബി അല്ല. അപ്പോൾ എന്താണ് നമ്മുടെ കേസിൽ എ സ്മോളസ്റ്റ് വാല്യൂയും ബി എന്ന് പറയുന്നത് ലാർജ് വാല്യൂ ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതിൽ പോകില്ല, അതിൻ്റെ ഗേൾസ് കണ്ടീഷനിലായിരിക്കും പോകുന്നത്. ബി ആണ് വലുതെന്നാണ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വരിക. അപ്പോൾ പ്രിൻ്റ് എഫിൽ കയറുക, ബി ലാർജസ്റ്റ് നമ്പർ ഈസ് ബി എന്ന് നമുക്ക് പ്രിൻറ്റ് ചെയ്യും. ബി മീൻസ് 3 എന്ന് പ്രിൻറ്റ് ചെയ്യും. ഇങ്ങനെയല്ല നമുക്ക് തിരിച്ചായിരുന്നൊരു വാല്യൂ വരുന്നത്. അതായത് നമുക്ക് എയിൽ ലാർജസ്റ്റ് നമ്പറും ബിയിൽ സ്മോളസ്റ്റ് നമ്പറും വന്നിട്ട് നിന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഈ കേസിൽ എയിലെ വാല്യൂ 3യും ബിയിലെ വാല്യൂ 2 ആണ്. അങ്ങനെയെങ്കിൽ എന്താണ്, ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കേളി ബ്രാക്കറ്റിനുള്ളിൽ കയറുകയും എന്താണ് പ്രിൻ്റ് ഓഫ് ലാർജസ്റ്റ് നമ്പർ ഈസ് കൺട്രോൾ സ്ട്രിങ് കോമ എ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് എയുടെ വാല്യൂ എന്താണോ അത് ലാർജസ്റ്റ് ആണെന്ന് നമുക്ക് സ്ക്രീനിൽ ഇതുപോലെ പ്രിൻറ്റ് ചെയ്ത് വരും. ലാർജസ്റ്റ് നമ്പർ ഈസ്